ഇന്ന് ഞങ്ങൾ കേരള സ്റ്റോറി ഫിലിം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഡെറാഡൂണിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു തിയേറ്ററിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു കേരള സ്റ്റോറി ഫിലിം കാണണമെന്ന്. പിന്നെ അനിയന് ഡ്യൂട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വർക്കിംഗ് ഡേയ്സിലൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു സൺഡേ ആണ് ഫിലിം കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഞങ്ങൾക്കൊരു ഈ ഒരു ഫിലിം എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയായിരുന്നു. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിയൊക്കെ പാർക്ക് ചെയ്ത് തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുമ്പോഴാണ് പുറകിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് പാർക്കിംഗ് ഫീ ഉണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെ പിന്നെ നേരെ പോയി പാർക്കിംഗ് ഫീ ഒക്കെ പേയ്മെൻറ്റൊക്കെ ചെയ്ത് ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറി ടിക്കറ്റൊക്കെ എടുത്തു. അപ്പോൾ ടിക്കറ്റ് എടുത്ത സമയത്ത് അവിടെ നിന്ന് അവർ പറഞ്ഞു വേറെ ആരും ഇല്ല കേട്ടോ ഇന്ന് ഫിലിം കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ എന്ന്. ആദ്യം കേട്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ തോന്നിയെങ്കിലും എനിക്ക് പിന്നെ തിയേറ്ററിൻ്റെ ഉള്ളിൽ കയറി ലൈറ്റൊക്കെ ഓഫായപ്പോൾ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ആദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു പ്രൈവറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നത്. എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അനിയൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു 3-4 പേരെ അടിച്ചിട്ടാനുള്ള ശക്തിയൊക്കെ എനിക്കുണ്ട്, 2-3 പേര് നീയും അടിച്ചിട്ടാൽ മതി. അങ്ങനെ ഫിലിമൊക്കെ തുടങ്ങി. ഫിലിമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ഹിന്ദി ഫിലിമാണ്. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഹെവി ഫീലിംഗ് ആയിരുന്നു എനിക്ക്. ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ, റിയൽ ലൈഫിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്ന് വരെ തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. ഈ ഫിലിം അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോയെന്നറിയില്ല. ചില സീൻസൊക്കെ ലിറ്ററലി അൺകംഫർട്ടബിൾ ഫീൽ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഇത് ഇറങ്ങിയ സമയത്ത് ഭയങ്കര വിവാദമായത്. അങ്ങനെ ഞങ്ങൾ ഫിലിമൊക്കെ കണ്ടിട്ട് അതേ വീട്ടിലേക്ക് നേരെ തിരിച്ചു.